ഹായ്, എല്ലാവർക്കും നമസ്കാരം. edu.edu എന്ന യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്കെയിൽസിലെ വെർനിയർ സ്കെയിൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയഗണൽ സ്കെയിൽ എന്താണ്, എങ്ങനെയാണ് ഒരു ഡയഗണൽ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെർനിയർ സ്കെയിൽ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. വെർനിയർ സ്കെയിൽ. അപ്പോഴേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പൊ ഇന്നത്തെ വെർനിയർ സ്കെയിൽ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് വെർനിയർ സ്കെയിൽ? വെർനിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഡയഗണൽ സ്കെയിലിന്റെ ഒരു മോഡിഫൈഡ് രൂപമാണ് വെർനിയർ സ്കെയിൽ. ഈ വെർനിയർ സ്കെയിൽ ഉപയോഗിക്കുന്നത് ഒരു പ്ലെയിൻ സ്കെയിലിന്റെ കൂടി സഹായത്താലാണ് വെർനിയർ സ്കെയിൽ ഉപയോഗിക്കുന്നത്. അപ്പോ എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, പ്ലെയിൻ സ്കെയിലിലെ ഏറ്റവും ചെറിയ ഡീവിയേഷനെ ഒന്നുകൂടി ഫ്രാക്ഷൻ ചെയ്ത് ചെറുതായി കാണിക്കാം എന്നുള്ളതാണ് വെർനിയർ സ്കെയിലിന്റെ ഉദ്ദേശം. മനസ്സിലാക്കി പറഞ്ഞാൽ, വെർനിയർ സ്കെയിൽ അതായത് പ്ലെയിൻ സ്കെയിലിൽ നമുക്കിപ്പം ഡെസിമീറ്ററും സെന്റിമീറ്ററും ആണ് ഉള്ളതെങ്കിൽ ആ സെന്റിമീറ്ററിനെ ഒന്നുകൂടി ചെറിയതാക്കി ചെറിയൊരു അളവായി കാണിക്കാം എന്നുള്ളതാണ് വെർനിയർ സ്കെയിലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്ലെയിൻ സ്കെയിലിന്റെ കൂടി സഹായത്താലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, വെർനിയർ സ്കെയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോ രണ്ട് പ്രധാന ഭാഗങ്ങളാണ് വെർനിയർ സ്കെയിലിനുള്ളത്. ഒന്ന് ഫിക്സഡ് സ്കെയിലും ഉണ്ട്, മറ്റൊന്ന് മൂവബിൾ സ്കെയിലും ഉണ്ട്. ഫിക്സഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിലാണ്, അഥവാ മെയിൻ സ്കെയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലെയിൻ സ്കെയിലിനെയാണ് മെയിൻ സ്കെയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച പ്ലെയിൻ സ്കെയിലാണ്. മൂവബിൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ വെർനിയർ സ്കെയിലിനെയാണ് മൂവബിൾ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്ലെയിൻ സ്കെയിലിലൂടെ മുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റിയതിന് വെർനിയർ സ്കെയിലിന്. ഓക്കെ, അപ്പോ ഫിക്സഡ് സ്കെയിലും ഉണ്ട്, മൂവബിൾ സ്കെയിലും ഉണ്ട്. വെർനിയർ സ്കെയിലിന്റെ രണ്ട് പാർട്ടുകളാണ്. ഫിക്സഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയില്, മൂവബിൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ വെർനിയർ സ്കെയിൽ. ഇനി നമ്മള് ഈ വെർനിയർ സ്കെയിൽ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ IT കോഴ്സുകാർക്ക് അവരുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല. അവർക്ക് പ്ലെയിൻ സ്കെയിലും ഡയഗണൽ സ്കെയിലും മാത്രം പഠിച്ചാൽ മതി. എന്നാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്കെയിൽസിലെ മുഴുവനും ഏത് ഡിപ്ലോമ ബിടെക്കാർക്ക് ഈ പറയുന്നതെല്ലാം ക്ലാസിഫിക്കേഷൻ ഓഫ് സ്കെയിലിന്റെ 6 ടൈപ്പും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇനി പറയാനുള്ളത്, അപ്പൊ ഒരു മെയിൻ സ്കെയിൽ അഥവാ പ്ലെയിൻ സ്കെയിലിലെ ഒരു ഡിവിഷനെ നമ്മൾ 1 MSD എന്ന് പറയും. ഏറ്റവും ചെറിയ ഒരു ഡീവിയേഷനെ 1 MSD എന്ന് പറയും. മെയിൻ സ്കെയിലിലെ ഏറ്റവും ചെറിയ ഒരു ഡിവിഷന്. ഇനി വെർനിയർ സ്കെയിലിലെ ഏറ്റവും ചെറിയ ഡിവിഷനെ 1 VSD എന്നും പറയും. അപ്പോ ലീസ്റ്റ് കൗണ്ട്, വെർനിയർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയെന്ന് പറഞ്ഞാൽ, ഒരു മെയിൻ സ്കെയിൽ ഡിവിഷനും ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലീസ്റ്റ് കൗണ്ട്. 1 MSD മൈനസ് 1 VSD ആണ് ഒരു വെർനിയർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട്. ഓക്കെ, അപ്പൊ വെർനിയർ സ്കെയിൽ നമ്മൾ പറഞ്ഞത് വെർനിയർ സ്കെയിൽ ഡയഗണൽ സ്കെയിലിന്റെ മോഡിഫൈഡ് രൂപമാണ്. ഒരു പ്ലെയിൻ സ്കെയിലിന്റെ കൂടി സഹായത്താലാണ് ഒരു വെർനിയർ സ്കെയിൽ വർക്ക് ചെയ്യുന്നത്. രണ്ട് പാർട്ടുകളുണ്ട്. അതുപോലെ ലീസ്റ്റ് കൗണ്ട് എന്താണ്, നമ്മൾ എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്നും പറഞ്ഞു. ഇനി പറയാനുള്ളത്, വെർനിയർ സ്കെയിൽ രണ്ട് ടൈപ്പാണ്. വെർനിയർ സ്കെയിൽ രണ്ട് ടൈപ്പാണ്. ഒന്ന് ബാക്ക്വേർഡ് വെർനിയർ സ്കെയിൽ ഉണ്ട്. ബാക്ക്വേർഡ് വെർനിയർ സ്കെയിൽ അഥവാ റിട്രോഗ്രേഡ് സ്കെയിൽ എന്ന് പറയും. റിട്രോഗ്രേഡ് സ്കെയിൽ. രണ്ടാമത്തത് ഫോർവേഡ് ആണ്. ഫോർവേഡ് വെർനിയർ സ്കെയിൽ അഥവാ ഡയറക്റ്റ് എന്ന് പറയും. ഫോർവേഡ് അഥവാ ഡയറക്റ്റ് സ്കെയിൽ. ഇപ്പം വെർനിയർ സ്കെയിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. ബാക്ക്വേർഡും ഉണ്ട്, ഫോർവേഡ് വെർനിയർ സ്കെയിലും ഉണ്ട്. അപ്പൊ നമ്മള് പൊതുവെ വെർനിയർ സ്കെയിലുകൾ സിവിൽ പർപ്പസിനായിട്ട് നമ്മൾ സർവേ കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. മെക്കാനിക്കൽ പരമായിട്ട് പറഞ്ഞാല് മെഷറിംഗ് ഇൻസ്ട്രുമെന്റുകൾ, അതായത് സ്ക്രൂ ഗേജ്, അതുപോലെ വെർനിയർ കാലിപ്പറിലൊക്കെ നമ്മൾ വെർനിയർ സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി പഠിക്കാനുള്ളത്, ഈ ബാക്ക്വേർഡ് ആയിട്ടും ഫോർവേഡ് ടൈപ്പ് ആയിട്ടും വെർനിയർ സ്കെയിൽ കൺസെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ അതിന് കുറെ കാൽക്കുലേഷനുകളുണ്ട്. അതായത് മെയിൻ സ്കെയിൽ ഡിവിഷനെ അടിസ്ഥാനപ്പെടുത്തി വെർനിയർ സ്കെയിൽ ഡിവിഷൻ എടുക്കുന്നതിൽ കുറെ കാൽക്കുലേഷനുകൾ പഠിക്കാനുണ്ട്. അപ്പോ ബാക്ക്വേർഡ് വെർനിയർ സ്കെയിൽ നമ്മൾ എടുക്കുന്നത് ആദ്യമേ. ബാക്ക്വേർഡ് വെർനിയർ സ്കെയിലില് NVSD എന്ന് പറയുന്നത്, വെർനിയർ സ്കെയിലിൽ എത്ര ഡിവിഷൻ എന്ന് പറയുന്നത് N+1 MSD ആണ്. മെയിൻ സ്കെയിൽ ഡിവിഷനേക്കാൾ ഒരു ഡിവിഷൻ കൂടുതലുള്ള അളവാണ് വെർനിയർ സ്കെയിലിനുള്ളത്. മനസ്സിലാക്കണേ, N+1. ഇപ്പൊ മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്ര ആണോ അതിനേക്കാൾ ഒരു ഡിവിഷന്റെ അളവോട് കൂടുതലായിരിക്കും വെർനിയർ സ്കെയിലിന്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഒരു
MSD എന്ന് പറയുന്നത്, ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷനേക്കാളും ചെറുതായിരിക്കും. ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആയിരിക്കും ഇവിടെ കൂടുതൽ. ഓക്കെ, ഇനി ഫോർവേഡ് വെർനിയർ സ്കെയിൽ ആണെങ്കിൽ NVSD എന്ന് പറയുന്നത് N-1 MSD ആണ്. N-1 MSD ആണ്. അതായത് മെയിൻ സ്കെയിൽ ഡിവിഷന്റെ അളവ് എത്ര ആണോ അതില് ഒരു ഡിവിഷന്റെ അളവ് കുറവായിരിക്കും വെർനിയർ സ്കെയിലിന്റെ അളവ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ കൂടുതലായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അപ്പൊ ഇവിടെ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് വെർനിയർ സ്കെയിലിന്റെ ഒരു ഡിവിഷനേക്കാളും വലുതായിരിക്കും. ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. അത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ബോധ്യമാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വരച്ചു തുടങ്ങാം. ചോദ്യം: construct a scale of RF വന്നിട്ടുണ്ട് എത്ര? 1/2.5. RF is equal to 1/2.5. show decimeter and centimeter and by a vernier millimeter up to measure 4 meter. Mark on the scale length of 2.26 decimeter and 0.57 decimeter. ഇപ്പൊ ചോദ്യം ഇതാണ്. RF തന്നിട്ടുണ്ട്. വെർനിയർ സ്കെയിൽ വരയ്ക്കാനാണ് നിങ്ങൾ മനസ്സിലായി. ക്വസ്റ്റ്യനിൽ വെർനിയർ എന്നൊരു വാക്ക് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് മനസ്സിലാക്കാം. ഇവിടെ ബാക്ക്വേർഡ് ആണോ ഫോർവേഡ് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ആ രണ്ട് രീതിയും വരച്ച് കാണിക്കാം. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യങ്ങൾ ഡെസിമീറ്ററും സെന്റിമീറ്ററും ആണ് കാണിക്കേണ്ടത്. വെർനിയർ ഉപയോഗിച്ചുകൊണ്ട് മില്ലിമീറ്റർ ആയും കാണിക്കാം. എത്ര വരെ അളക്കാൻ പറ്റുന്ന സ്കെയിൽ ആയിരിക്കണം? 4 മീറ്റർ വരെ അളക്കാൻ പറ്റുന്ന സ്കെയിൽ ആയിരിക്കണം. ഇനി സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തു കാണിക്കണം? നമ്മള് 2.26 ഡെസിമീറ്ററും 0.57 ഡെസിമീറ്ററും ആ സ്കെയിലിൽ മാർക്ക് ചെയ്ത് കാണിക്കുക. അപ്പൊ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറയുന്ന അളവുകൾ മാർക്ക് ചെയ്ത് കാണിക്കുന്നതനുസരിച്ചാണ് നമ്മളുടെ മാർക്ക് കയറുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ചോദ്യം. എങ്ങനെ വരയ്ക്കാം? അപ്പോ ആദ്യമേ നമ്മൾ ഒരു പ്ലെയിൻ സ്കെയിൽ വരയ്ക്കണം. അപ്പൊ അതിനായിട്ട് ലെങ്ത് ഓഫ് സ്കെയിൽ RF തന്നിട്ടുണ്ട്. RF എത്ര? 1/2.5 ആണ് RF. ഇനി നമ്മൾ അടുത്തത് ലെങ്ത് ഓഫ് സ്കെയിൽ ഫോർമുല എന്തുവാ? RF ഇൻറ്റു ലെങ്ത് ടു ബി മെഷേർഡ്. ഇവിടെ RF എന്ന് പറഞ്ഞാൽ 1/2.5 ഇൻറ്റു ലെങ്ത് ടു ബി മെഷേർഡ്. മാക്സിമം ലെങ്ത് എത്ര വരെ ആയിരിക്കണം? 4 മീറ്റർ വരെ ആയിരിക്കണം. ഗുണം 4 ഡെസിമീറ്റർ ആണേ. അപ്പൊ ഡെസിമീറ്റർ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് മില്ലിമീറ്റർ ആക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. മീറ്റർ ആയിരുന്നെങ്കിൽ നമ്മൾ 1000 കൊണ്ട് ഗുണിച്ചേനെ. അപ്പൊ നമുക്ക് 400 ഡിവൈഡ് ബൈ 2.5 160 മില്ലിമീറ്റർ എന്ന് കിട്ടും. 160 മില്ലിമീറ്റർ എന്ന് കിട്ടും. ലെങ്ത് ഓഫ് സ്കെയില് 160 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കാം. ഇനി വരയ്ക്കാൻ പോകുന്നു. ആദ്യമേ എന്ത് ചെയ്യുന്നു? നമ്മള് 160 മില്ലിമീറ്റർ. ആദ്യം നമ്മൾ പ്ലെയിൻ സ്കെയിൽ വരയ്ക്കാം. വെർനിയർ സ്കെയിൽ വരയ്ക്കുമ്പോഴേ ആദ്യം പ്ലെയിൻ സ്കെയിൽ വരയ്ക്കണം. പ്ലെയിൻ സ്കെയിൽ വരയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. 160 ലെങ്ത് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഹൈറ്റ് നിങ്ങൾ 20 എടുത്തോളൂ. ലെങ്തിന് അനുയോജ്യമായ ഒരു ഹൈറ്റ് എടുക്കുക. ഇപ്പൊ 15 നമ്മൾ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഹൈറ്റ് എടുക്കാം. ഒരുപാട് വലുതാവരുത്. അപ്പൊ എന്ത് ചെയ്യാം? ഒരു റെക്ടാംഗിൾ ആദ്യമേ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. റെക്ടാംഗിളിന്റെ ABCD. അപ്പം ABയും CDയും അളവ് എത്ര? 160 ആണ്. അപ്പൊ 160 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 4 ഡെസിമീറ്ററിന് തുല്യമായിട്ടാണ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത്. മനസ്സിലാക്കണേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? ഈ സ്കെയിലിനെ 4 ഡെസിമീറ്റർ ആയിട്ട് നമ്മൾ 4 തുല്യ ഭാഗങ്ങളായി കാണിക്കാൻ പോകുന്നു. അപ്പൊ എങ്ങനെ? ചരിച്ചതായിട്ട് ലൈൻ വരയ്ക്കുക. ആ ലൈനില് 1 2 3 4 പോയിന്റുകൾ മാർക്ക് ചെയ്തു. അതിനെ കൃത്യമായിട്ട് ഈ ലൈനിലേക്ക് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക.
4 തുല്യ ഭാഗങ്ങളാക്കുക. ഇനി ആ 4 തുല്യ ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുക, ഈ സ്കെയിലിൽ മൊത്തത്തിൽ മുറിച്ച് കാണിക്കുക. ഇപ്പൊ നമ്മൾ ഇപ്പൊ വരച്ചപ്പോ തുല്യമായിട്ട് വന്നില്ല, നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ തുല്യമായി തന്നെ കട്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കണേ. ഇനി ഇതിനെ നമ്മള് ഡെസിമീറ്റർ, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നു. മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാ, ഇവിടെ നിന്ന് അങ്ങോട്ട് 0, 1, 2, 3, ഇവിടുന്ന് ഇവിടെ വരെ എത്ര ഉണ്ട്, 4 ഡെസിമീറ്റർ ഉണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം നമ്മള് നേരത്തെ ചെയ്യുന്ന പോലെ ഈ ഒരു ഡെസിമീറ്ററിന്റെ, അപ്പൊ ഇത് ഓരോന്നും ഓരോ ഡെസിമീറ്റർ ചെയ്തുവാ. അപ്പൊ ഈ ഒരു ഡെസിമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പോവാ. വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് എന്താക്കണം, എനിക്ക് 10 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ 10 തുല്യ ഭാഗങ്ങളാക്കാൻ പോകുന്നു. 1, 2, 3. നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ 10 തുല്യ ഭാഗങ്ങളാക്കി. ആ 10 തുല്യ ഭാഗങ്ങളാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ മുകളിലോട്ട് ക്രോസ് ചെയ്ത് വരയ്ക്കാൻ പോവാ, ഡിവൈഡ് ചെയ്യാൻ പോവാ. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ നമുക്ക് നമ്പർ കൊടുക്കാം. എങ്ങനെ കൊടുക്കാം, ഇപ്പൊ ഇവിടുന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9, ഇത് 10. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് എങ്ങനെയാ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്, ഡെസിമീറ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഡെസിമീറ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് എത്ര, ഇവിടെ സെന്റിമീറ്റർ ആണ്, ഇവിടെ സെന്റിമീറ്റർ ആക്കിയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മെയിൻ സ്കെയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലാക്കണേ, മെയിൻ സ്കെയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, വെർനിയർ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യണം. വെർനിയർ സ്കെയില് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോ ഇവിടെ 10 ഡിവിഷൻ ആക്കിയാണ് ഞാൻ മെയിൻ സ്കെയിലിനെ ഡിവൈഡ് ചെയ്തത്. ആ ഫുള്ള് ഡിവിഷൻ നമ്മള് ഇപ്പൊ ഇവിടെ 20 ആണ് നിങ്ങൾ ഹൈറ്റ് എടുത്തെങ്കിൽ ഒരു 15 ഹൈറ്റ് എടുത്തുകൊണ്ട്, മനസ്സിലാക്കണേ, ഇവിടെ 20 ആണ് നിങ്ങൾ എടുത്തതെങ്കിൽ ഒരു 15, ഇതിന്റെ പകുതി 10 എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈറ്റ് ആയിട്ട് സെന്റർ ലൈൻ വരയ്ക്കുക. വരച്ചില്ലേലും പ്രശ്നമില്ല, സെന്റർ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ എല്ലാത്തിനും എന്ത് ചെയ്യുക, പത്ത് തുല്യ ഭാഗങ്ങളായി ഓരോ ഡിവിഷനെയും പകുതി വരെ അങ്ങ് ഡിവൈഡ് ചെയ്ത് വെക്കുക. അതെന്താണെന്ന് നിങ്ങൾക്ക് പറയാം. നമ്മൾ ഈ വെർനിയർ സ്കെയിൽ വരയ്ക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9. അവിടെ വരുമ്പോ 10 ആയി. അപ്പൊ അളവിന് നിങ്ങൾ അല്ലാതെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് അളവിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ സ്കെയിൽ ഉപയോഗിക്കാൻ വരയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചില ഡിവിഷനിൽ വ്യത്യാസം സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടം വരെ നമ്മൾ കൃത്യമായി പറഞ്ഞത് ഇവിടം വരെയാണ്. ബാക്കി ഡിവിഷനുകളെ പകുതിക്ക് വെച്ച് എന്ത് ചെയ്യുക, ഈ 10 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കുക. അപ്പൊ ഇതൊരു സ്കെയിലായി, പ്ലെയിൻ സ്കെയിൽ ആയി കഴിഞ്ഞു. മനസ്സിലാക്കണേ. അപ്പൊ ഇതൊരു പ്ലെയിൻ സ്കെയിലായി. അപ്പൊ ഇതെല്ലാം എന്താണ്, ഡെസിമീറ്റർ ആണ്, ഇവിടെ സെന്റിമീറ്റർ ആണ്. നമ്മൾ ഈ ലൈനിന്റെ മുകളിലോട്ടും ഓരോ സെന്റിമീറ്റർ ലൈൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കെയിലുള്ള പോലെ തന്നെ ഓരോ സെന്റിമീറ്റർ ഇടയ്ക്ക് മില്ലിമീറ്ററിലുണ്ട് നമ്മുടെ സാധാ സ്കെയിലിന്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡെസിമീറ്റർ സ്കെയിലാണ്. ഇപ്പൊ ഇതൊരു ഡെസിമീറ്റർ, ഇത് 2 ഡെസിമീറ്റർ, ഇതിനിടയ്ക്ക് 10 സെന്റിമീറ്ററുകൾ ചേരുന്നതാണ് ഒരു ഡെസിമീറ്റർ. അങ്ങനെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്കെയിലായി കൺസെപ്റ്റ് ചെയ്തു, പ്ലെയിൻ സ്കെയിൽ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വെർനിയർ സ്കെയിൽ വരയ്ക്കുന്നു. അപ്പൊ വെർനിയർ സ്കെയിൽ വരയ്ക്കുമ്പോ അതിന്റെ ഒരു മാനദണ്ഡം പറയുന്നത്, ഇതിപ്പോ നമ്മള് ബാക്ക്വേർഡ് വെർനിയർ സ്കെയിലാണ് വരയ്ക്കുന്നത്. അപ്പൊ വെർനിയർ സ്കെയിലിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത് n+1 മെയിൻ സ്കെയിൽ ഡിവിഷന്റെ അളവാണ്. അപ്പം ഇവിടെ 11 n+1 എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ഡിവിഷൻ ആക്കി മെയിൻ സ്കെയിലിനെ വെർനിയർ പ്ലെയിൻ സ്കെയിലിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പൊ 10 + 1
11 ഡിവിഷന്റെ അളവായിരിക്കണം വെർനിയർ സ്കെയിലിന്റെ അളവ് എന്ന് പറയുന്നത്. n+1 ആണ്. മെയിൻ സ്കെയിലിന് 10 ഡിവിഷനായി ചെയ്തിട്ടുണ്ട്. അപ്പോ വെർനിയർ സ്കെയിൽ കൺസിഡർ ചെയ്യുമ്പോൾ 10 + 1 11 ഡിവിഷന്റെ അളവാണ് വെർനിയർ സ്കെയിലിന് വേണ്ടുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഒരു ഡിവിഷന്റെ അളവുണ്ടല്ലോ, അഥവാ 1 സെന്റിമീറ്ററിന്റെ അളവ്, അത് നമ്മൾ വെളിയിലോട്ട് തള്ളി വരയ്ക്കാം. മെയിൻ സ്കെയിലിലെ ഒരു ഡിവിഷന്റെ അളവ്, ഇപ്പൊ 9 തൊട്ട് 10 വരെയുള്ള അകലം, അത് ഇവിടുന്ന് വെളിയിലോട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇത് 20 ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് 10 എടുക്കുക, ഹൈറ്റ് ഒരു 10 ഹൈറ്റ് എടുക്കുക, ഇവിടെ നിന്ന് ഇവിടം വരെ 10 എടുക്കുക, ഇത് ക്ലോസ് ചെയ്യുക. അപ്പൊ ഇവിടെയാണ് ഇനി വെർനിയർ സ്കെയിൽ വരയ്ക്കേണ്ടത്. അപ്പൊ വെർനിയർ സ്കെയിലിന്റെ അളവിനനുസരിച്ച് ഒരു റെക്ടാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം, ഇതിനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഈ വെർനിയർ സ്കെയിലിനെ ഡിവൈഡ് ചെയ്യുക. അതിനായിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുന്നു. 1 2 3 4 5 6 7 8 9 10 തുല്യ ഭാഗങ്ങളാക്കണം. 1 2 3 4 5 6 7 8 9 10. ഇനി എന്ത് ചെയ്യുക, അതിനെ ഒന്നുകൂടി ഒന്ന് ഡിവൈഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 ഇവിടെ 10. അപ്പൊ 10 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ 0 തൊട്ട് പോകുന്നു, 0 തൊട്ട്. അപ്പൊ ഇവിടെ വരെയുള്ള അളവ് എത്ര വരും എന്ന് പറഞ്ഞാൽ 1.1 സെന്റിമീറ്റർ വരെ വരും. ഇല്ലെങ്കിൽ 0.11 ഡെസിമീറ്റർ വരെ വരും അകലം. അതായത് ഇപ്പൊ നമ്മള് പ്ലെയിൻ സ്കെയിൽ ഇത്രയും വരച്ചു കഴിഞ്ഞു. ഇനി വെർനിയർ സ്കെയിലിന്റെ അളവ് എത്ര വേണമെന്ന് അറിയാൻ വേണ്ടി n+1 എന്നുള്ള ഫോർമുല നമ്മൾ എടുക്കുന്നു. മെയിൻ സ്കെയിലിൽ ഞാൻ 10 ഡിവിഷൻ ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ 10 + 1 11 ഡിവിഷന്റെ അളവായിരിക്കണം വെർനിയർ സ്കെയിലിന്റെ നീളം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് ഒരു ഡിവിഷന്റെ അളവ് ഞാൻ വെളിയിലോട്ട് നീട്ടി വരച്ചു. അപ്പൊ എത്രയായി, 11 ഡിവിഷന്റെ അളവായില്ലേ? അത് വെച്ചിട്ട് ഞാൻ ഒരു റെക്ടാങ്കിൾ വരച്ചു. ഇതാണ് വെർനിയർ സ്കെയിൽ. ഇനി ആ വെർനിയർ സ്കെയിലിനെ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, 10 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. ഇതിനപ്പം ഓരോ 10 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. മനസ്സിലാക്കണേ. ഇനി അപ്പോ 1.1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.11 ഡെസിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. അപ്പൊ അല്ലെ 11 മില്ലിമീറ്റർ. അപ്പൊ ഓരോ വെർനിയർ സ്കെയിലിലെ ഓരോ ഡിവിഷനും സൂചിപ്പിക്കുന്ന അകലം എത്രയാണെന്ന് അറിയാൻ വേണ്ടി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഓരോ ഡിവിഷനും സൂചിപ്പിക്കുന്ന അകലം ഇപ്പൊ 11 ആണ്. 11 ഡിവൈഡ് ബൈ 10 ചെയ്യുക. മെയിൻ സ്കെയിലിലെ വെർനിയർ സ്കെയിലിലെ 11 ഡിവിഷൻ, മെയിൻ സ്കെയിലിലെ 10 ഡിവിഷൻ ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടും? 1.1 മില്ലിമീറ്റർ അഥവാ 0.11 ഡെസിമീറ്റർ ആണ് ഓരോന്നും. അപ്പൊ അങ്ങനെ കൂട്ടി പറയുമ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് 0.11, അടുത്ത 0.22, 0.33, 0.44, 0.55, 0.66, അങ്ങനെയാണ് വാല്യൂ പോയിട്ട് അവസാനം 1.1 എന്ന് വരെ വരും. മനസ്സിലാക്കണേ. 1.1 എന്ന് വരെ വരും അളവ്. ഇനി നമ്മൾ അപ്പൊ വെർനിയർ സ്കെയിലും കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലാക്കണേ. വെർനിയർ സ്കെയിലും നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കുക. ഇനി നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് 2.26 എന്നാണ് പറഞ്ഞേക്കുന്നത്. 2.26ഉം 0.57ഉം മാർക്ക് ചെയ്യാനാണ്. 2.26ഉം 0.57ഉം ഈ സ്കെയിലില് മാർക്ക് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ബാക്ക്വേർഡ് ആയതുകൊണ്ടാണ് വെർനിയർ സ്കെയിലിന്റെ അളവ് ഓരോ ഡിവിഷനും മെയിൻ സ്കെയിലിന്റെ ഒരു ഡിവിഷനേക്കാളും അളവ് കൂടുതലായി വരുന്നത്. മനസ്സിലാക്കണേ. ഇനി ഫോർവേഡ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണം? നമുക്ക് ഈ വെർനിയർ സ്കെയിലും മെയിൻ സ്കെയിലും ഉപയോഗിച്ചുകൊണ്ട് 2.26 ഡെസിമീറ്ററും 0.57 ഡെസിമീറ്ററും മാർക്ക് ചെയ്ത് കാണിക്കണം. എങ്ങനെ കാണിക്കാം? അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരിക്കലും മെയിൻ സ്കെയിലിന്റെ ഓരോ ഡിവിഷൻ എത്ര? ഇതിപ്പോ 1 ആണ്. 1.1 ഡെസിമീറ്റർ, 1.2 ഡെസിമീറ്റർ, ഇങ്ങനെയാ പോകുന്നത്. മെയിൻ സ്കെയിലിന്റെ അളവ് മാത്രം എടുത്താൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമതൊരു ഡിവിഷൻ ഇപ്പൊ 1.26 എന്നോ 2.26 എന്നോ നമുക്ക് മെയിൻ സ്കെയിലിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ട്
അളവ് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വെർനിയർ സ്കെയിലിന്റെ കൂടി സഹായം ഉപയോഗിക്കും. അപ്പൊ എങ്ങനെ വെർനിയർ സ്കെയിലിന്റെ കൂടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ ബാക്കി അളവ് മെയിൻ സ്കെയിലിൽ നിന്ന് എങ്ങനെ എടുക്കാം എന്നുള്ളത് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ 2.26 മാർക്ക് ചെയ്യാൻ പോകുന്നു. ശ്രദ്ധിക്കണേ, 2.26. അപ്പൊ നമ്മള് ഈ ഒറ്റയുടെ സ്ഥാനത്തെ നമ്പർ നോക്കുക, എത്ര? 6 ആണ്. ആ 6 വരുന്ന ഏത് പോയിന്റ് വെർനിയർ സ്കെയിലിൽ ഉണ്ട് എന്ന് പരിശോധിക്കുക. എന്ന് പറഞ്ഞാൽ വെർനിയർ സ്കെയിലിലെ ഓരോ ഡിവിഷൻ എത്ര? 0.11 ഡെസിമീറ്റർ വീതമാണ് കൂടി കൂടി പോകുന്നത്. മനസ്സിലാക്കണേ, 0.11 വീതമാണ് ഓരോ ഡിവിഷനെ സൂചിപ്പിക്കുന്നത്. 0.11 ഡെസിമീറ്ററിനെയാണ്. മനസ്സിലാക്കണേ. അപ്പൊ എവിടുന്ന് 1, 0.22, 0.33, 0.44, 0.55, 0.66. അപ്പൊ 6 വരുന്ന ഒറ്റയുടെ സ്ഥാനത്ത് 6 വരുന്ന ഒരു ഡിവിഷൻ നമുക്ക് കിട്ടി, 0.66. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ആ 0.66 മുകളിലോട്ട് 1, 2, 3, 4, 5, 6 ആ 0.66 ഒരു ലൈൻ മുകളിലോട്ട് വരയ്ക്കുക. മനസ്സിലാക്കണേ, 0.66 ലൈൻ മുകളിലോട്ട് വരയ്ക്കുക. ഇനി എന്ത് ചെയ്യുക? ഈ 2.26 നിന്ന് -0.66 കുറയ്ക്കുക. 2.26 നിന്നും 0.66 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 0, 12, 6, 1. എന്തോ കിട്ടി നമുക്ക്? 1.60 എന്ന് കിട്ടി. ഈ 1.60യുടെ ലൈൻ എവിടെ മാർക്ക് ചെയ്യണം? മെയിൻ സ്കെയിലിൽ കണ്ടുപിടിക്കണം. അപ്പൊ 1 കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നത് എന്തുവാ? 1.1, 1.2, 1.3, 1.4, 1.5, 1.6. 1.60 അതോ 1.6. അപ്പൊ ഈ 1.6ന്റെ ലൈൻ കണ്ടുപിടിച്ചു നമ്മള്. 1, 2, 3, 4, 5, 6 ഈ ലൈൻ എന്ത് ചെയ്യുക? മുകളിലോട്ട് നീട്ടി വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മള് മാർക്ക് ചെയ്യുക. ഇതാണ് 2.26. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ 1.60 ആണ്. മനസ്സിലാക്കണേ. അപ്പൊ ഈ മെയിൻ സ്കെയിലില് അളവ് എത്ര എടുക്കണം എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മള് വെർനിയർ സ്കെയിലിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ വരുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. ആ ഡിവിഷനിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഇനി ആ അളവ് എത്ര ആണോ അത് നമ്മളുടെ ടോട്ടൽ അളവിന് കുറയ്ക്കുമ്പോ മെയിൻ സ്കെയിലിൽ എത്ര ഡിവിഷൻ എത്രയാണ് അളവ് എടുക്കേണ്ടതെന്ന് നമുക്ക് കിട്ടും. അങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 1.60 എന്ന് കിട്ടി. ആ 1.60യുടെ ലൈൻ നമ്മൾ കണ്ടുപിടിച്ചു. അവിടുന്ന് ഇവിടം വരെയുള്ള അളവാണ് 2.26. ഇനി ഒരളവ് കൂടി പറയുന്നുണ്ട്, 0.57 ഡെസിമീറ്റർ കൂടി മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുവാ? ഇവിടെ അടുത്ത കണ്ടുപിടിക്കേണ്ടത് 0.57 ഡെസിമീറ്റർ ആണ് മാർക്ക് ചെയ്യേണ്ടത്. 0.57 ഡെസിമീറ്റർ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ഒറ്റയുടെ സ്ഥാനത്ത് ഏതാക്കാം? 7 ആണ്. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്ത് 7 വരുന്ന ഏത് നമ്പറാണ് ഉള്ളത് നോക്കുക. ഏത് നമ്പറാ ഉള്ളത്? ഒറ്റയുടെ സ്ഥാനത്ത് 7 വരുന്നത് ഓരോ പോയിന്റ് 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6, 7, 7 എന്ന് പറയുന്ന ഡിവിഷൻ വരും. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത്? ഓരോ ഡിവിഷന് എത്ര നമുക്ക് കിട്ടി എന്ന് പറഞ്ഞാല് 11/10 ചെയ്തപ്പോ 1.1 നമുക്ക് കിട്ടി. അത് മില്ലിമീറ്റർ ആണ്, സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് ഡെസിമീറ്റർ ആക്കുമ്പോ 0.11 ഡെസിമീറ്റർ കിട്ടും. അപ്പൊ ഈ വെർനിയറിലെ ഓരോ ഡിവിഷനും 0.11 ഡെസിമീറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മള് 1, 1, 2, 2, 3, 3 ആയപ്പോ 7, 7 എന്ന് പറഞ്ഞു. ഒറ്റയുടെ സ്ഥാനത്ത് 7 വന്നു. അപ്പൊ ആ 7, 7ലെ ലൈൻ വെളിയിലോട്ട് വരയ്ക്കാം. മനസ്സിലാക്കട്ടെ, 7, 7ലെ ലൈൻ വെളിയിലോട്ട് കാണിക്കാം. ഇതാണ് 7, 7. അപ്പോ 0.57 മൈനസ് 0.77 ചെയ്യുക. 0.57 മൈനസ് 0.77 ചെയ്യുമ്പോ -0.2 എന്ന് കിട്ടും. -0.2 എന്ന് കിട്ടും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോ. അപ്പൊ അതിനർത്ഥം 0ത്തിൽ നിന്നും താഴോട്ടുള്ള രണ്ടാമത്തെ അളവ് എടുക്കണം, രണ്ടാമത്തെ ഡിവിഷൻ എടുക്കണം. 0ത്തിൽ നിന്നും താഴോട്ട് വരുമ്പോഴാണല്ലോ മൈനസ് വരുന്നത്. ഇപ്പൊ മൈനസ് ഇല്ലാന്നുണ്ടെങ്കിൽ 0 കഴിഞ്ഞുള്ള രണ്ടാമത്തെ ലൈൻ എടുക്കണം. അതാണ് 0.2ന്റെ അളവ്.
-0.2 ആയതുകൊണ്ട് സീറോയിൽ നിന്ന് താഴോട്ടുള്ള രണ്ടാമത്തെ ലൈൻ മാർക്ക് ചെയ്യുന്നു. ഇതാണ് സീറോയിൽ നിന്ന് രണ്ടാമത്തെ ലൈൻ. ഈ ലൈൻ മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നു. ഈ അളവാണ് എത്ര? 0.57 ഡെസിമീറ്റർ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ഒരു വെർനിയർ സ്കെയിലിലെ അളവെടുക്കുന്നതും അളവുകൾ കൃത്യമായി മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് ബാക്ക്വേർഡ് വെർനിയർ സ്കെയിലാണ്. ഫോർവേഡ് വരുമ്പോ വെർനിയർ സ്കെയിൽ വരയ്ക്കുന്നതിലെ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഫോർവേഡ് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. വേഗം പറയാം. അപ്പൊ ഇതുവരെയുള്ള അളവുകളൊക്കെ മായ്ച്ചളയാം. വെർനിയർ സ്കെയിൽ മുഴുവനായിട്ട് മായ്ച്ചളയാം. പ്ലെയിൻ സ്കെയില് പഴയ പോലെ തന്നെയാണ്. വരയ്ക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഫോർവേഡ് ആവുമ്പോ n-1 MSD ആണ് ഒരു VSD യുടെ അളവ് എന്ന് പറയുന്നത്. n-1 MSD. അപ്പം മെയിൻ സ്കെയിലിന്റെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ n-1 എന്ന് പറഞ്ഞാൽ 9 മെയിൻ സ്കെയിലിന്റെ ഡിവിഷന്റെ അളവാണ് വെർനിയർ സ്കെയിലിന്റെ അളവ് എന്ന് പറയുന്നത്. 9 മെയിൻ സ്കെയിൽ ഡിവിഷന്റെ അളവാണ് മൊത്തത്തിലുള്ള വെർനിയർ സ്കെയിലിന്റെ സൈസ്. അപ്പൊ എന്ത് ചെയ്യാ? ഇവിടുന്ന് ഇവിടം വരെ 10 അല്ലയോ? അപ്പൊ ഇവിടുന്ന് ഒരു ഡിവിഷൻ കുറച്ച് കഴിയുമ്പോൾ 9 ഡിവിഷൻ ആയില്ലയോ? ആ 9 ഡിവിഷൻ മുകളിലോട്ട് കാണിക്കുക, ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. മനസ്സിലായോ? അതായത് n-1 അളവ് മൊത്തത്തിലുള്ള വെർനിയർ സ്കെയിലിന്റെ ലെങ്താ പറയുന്നത്. വെർനിയർ സ്കെയിലിന്റെ ലെങ്ത് ഫോർവേഡിലായിരുന്നെങ്കിൽ n+1 ഡിവിഷന്റെ ലെങ്ത് എടുക്കണ്ടേ. അതായത് ഇവിടെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതിന്റെ ഒരു ഡിവിഷന്റെ കൂടെ കൂട്ടിയുള്ള അളവായിരുന്നു എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഒരു ഡിവിഷന്റെ അളവ് വെളിയിലോട്ട് നീട്ടിയാണ് എന്ത് വരച്ചത്? വെർനിയർ സ്കെയിലിന്റെ ലെങ്ത് വരച്ചത്. ഇനി ഇവിടെ ഫോർവേഡിൽ n-1 MSD ആണ്. അപ്പം എത്രയാണോ മെയിൻ സ്കെയിലിന്റെ ഡിവിഷൻ അതിൽ നിന്ന് ഒരു ഡിവിഷന്റെ അളവ് കുറച്ചാണ് വെർനിയർ സ്കെയിലിന്റെ നീളം വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡിവിഷൻ കുറച്ചിട്ട് അവിടെ എന്ത് ചെയ്തു? റെക്ടാംഗിൾ വരച്ചു. അപ്പൊ 9 മെയിൻ സ്കെയിൽ ഡിവിഷൻ ആണ് വെർനിയർ സ്കെയിലിന്റെ മൊത്തത്തിലുള്ള അളവായിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തുവാ? ഇതിനെ ഡിവൈഡ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ ഡിവൈഡ് ചെയ്യുക. 10 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 10 തുല്യ ഭാഗങ്ങളാക്കി. ഇനി നമ്മൾ ഇതേപോലെ ഡിവൈഡ് ചെയ്യുന്നു. 1 2 3 4 5 6 7 8 9 ഇത് 10. ഇവിടുന്ന് തുടങ്ങി 10 0 ഇവിടെ ആണ്. ഇനി മൊത്തത്തിൽ ഓരോ ഡിവിഷന്റെ അളവ് എത്ര എന്നെങ്ങനെ കണ്ടുപിടിക്കാം? മെയിൻ സ്കെയിലിലെ 9 ഡിവിഷൻ വെർനിയർ സ്കെയിലിൽ എത്ര? മെയിൻ സ്കെയിലിലെ 9 ഡിവിഷനാണ് വെർനിയർ സ്കെയിലിലെ 10 ഡിവിഷൻ ആക്കിയേക്കുന്നത്. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് 0.9 സെന്റിമീറ്റർ എന്ന് കിട്ടും. അത് ഡെസിമീറ്ററോട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര? 0.09 ഡെസിമീറ്റർ എന്ന് കിട്ടും. അപ്പം ഇവിടുത്തെ ഓരോ ലൈനും 0.09 ഡെസിമീറ്ററിനെ സൂചിപ്പിക്കുന്നു, ഇല്ലെങ്കിൽ 0.9 സെന്റിമീറ്ററിനെ സൂചിപ്പിക്കുന്നു. മനസ്സിലാക്കിയോ? അപ്പൊ ഇങ്ങനെയാണ് ഓരോ ഡിവിഷന്റെ അളവ് എത്ര എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഓരോ അളവ് എത്ര? 0.09 ഡെസിമീറ്ററിനെ സൂചിപ്പിക്കുന്നത്. 0.09 ഡെസിമീറ്ററിനെ സൂചിപ്പിക്കുന്ന ഓരോ ഡിവിഷൻ അത് കൂട്ടിയാണ് ഇങ്ങേറ്റം വരെ വരുന്നത്. അപ്പോ ഇനി നമുക്ക് വെർനിയർ സ്കെയിൽ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അളവ് കണ്ടുപിടിക്കണം. അളവുകൾ വരച്ചു ചേർക്കണം. അപ്പൊ ആദ്യം 2.26 മാർക്ക് ചെയ്യേണ്ടത്. 2.26 മാർക്ക് ചെയ്യണം. അപ്പൊ അതിനായിട്ട് വെർനിയർ സ്കെയിൽ എടുക്കുക. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം എത്ര? 6 ആണ്. 6 ഒറ്റയുടെ അക്കത്തിൽ വരുന്ന ഏത് വെർനിയർ സ്കെയിൽ ഡിവിഷനാ ഉള്ളത് നോക്കണം. അപ്പൊ ആദ്യത്തെ ഡിവിഷൻ 0.09 ഡെസിമീറ്റർ ആണ്. അടുത്തതാകുമ്പോ 0.18 ഡെസിമീറ്റർ ആവും. 9ന്റെ വിധം കൂട്ടി പോകും. മൂന്നാമത്തെ ആകുമ്പോ 0.27 ആവും. നാലാമത്തെ ആകുമ്പോ 0.36 എന്ന് വരും. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്ത് എത്രയായി? 6 ആയി. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് എത്ര? 6 ആണ്. അപ്പം ഈ നാലാമത്തെ ഡിവിഷൻ അങ്ങ് മുകളിലോട്ട് വരയ്ക്കുക. മനസ്സിലായോ? 0.36 എന്ന് നമ്മൾ കിട്ടി.
9ന്റെ ഡിവിഷനായിട്ടാണ് പോകുന്നത്. ഇനി എന്ത് ചെയ്യുക, 0.36 ഇവിടെ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. 2.26 നിന്നും 0.36 ചെയ്യുമ്പോൾ നമുക്ക് 1.9 എന്ന് കിട്ടും. 1.90 അഥവാ 1.9 എന്ന് കിട്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. ഇനി എന്ത് ചെയ്യുക, ഇവിടുന്ന് 1.9 ലൈൻ കണ്ടുപിടിക്കുക. അപ്പൊ 1 കഴിഞ്ഞ് 1.1, 1.2, 1.3, 1.9 ഈ ലൈനാണ് 1.9. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ 1.9ഉം ഇവിടുന്ന് ഇങ്ങോട്ട് 0.36 ആണ്. അപ്പൊ 1.9ന്റെ കൂടെ 0.36 കൂട്ടുമ്പോ നമുക്ക് എന്ത് കിട്ടി? 2.26 എന്ന ഡെസിമീറ്റർ കിട്ടി. കണ്ടോ, ഇങ്ങനെയാണ് അളവ് മാർക്ക് ചെയ്യുന്നത്. ഇനി ബാക്ക്വേർഡ് സ്കെയിലില് അടുത്ത അളവ് 0.57 ഡെസിമീറ്റർ എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. 0.57 ഡെസിമീറ്റർ എങ്ങനെ ചെയ്യാം? അപ്പോ 7 വരുന്ന പോയിന്റ് എടുക്കണം. ഒറ്റയുടെ സ്ഥാനത്ത് 7 വരുന്ന പോയിന്റ്. ആദ്യത്തെ ഡിജിറ്റ് 0.09, അടുത്തത് 0.18, അടുത്തത് 0.27. മൂന്നാമത്തെ ഡിജിറ്റ് വന്നപ്പോ 7, ഒറ്റയുടെ സ്ഥാനത്ത് എന്തായി? 7 വന്നു. 0.27 അത് മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യാം. അപ്പോ ഇനി ഇതിന് എന്ത് ചെയ്യുക? 0.27 സബ്സ്ട്രാക്ട് ചെയ്യുക. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തോ കിട്ടും? 0.27 ഇതിന് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? 0.30 എന്ന് കിട്ടും. 0.30 എന്ന് കിട്ടും. മനസ്സിലാകണേ, 0.30. എന്ത് ചെയ്യുക? 0.3 എടുക്കുക. 0 കഴിഞ്ഞ് 0.1, 0.2, 0.3. അപ്പൊ ഈ മൂന്നാമത്തെ ലൈൻ മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യുക. അപ്പൊ ശ്രദ്ധിക്കുക, ദാ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ അളവാണ് ഏത്? 0.57 ഡെസിമീറ്റർ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് വെർനിയർ സ്കെയില് ഫോർവേഡിലും ബാക്ക്വേർഡിലും വെർനിയർ സ്കെയില് കൺസ്ട്രക്ട് ചെയ്യുന്നതും അളവുകൾ മാർക്ക് ചെയ്യുന്നതും. അപ്പൊ ശ്രദ്ധിക്കണേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ മുഴുവനായിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. കാര്യങ്ങള് സ്പഷ്ടമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് ഫോർവേഡിലും ബാക്ക്വേർഡിലും വെർനിയർ സ്കെയില് കൺസ്ട്രക്ട് ചെയ്യുന്നതും അളവുകള് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കാര്യങ്ങള്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ്. താങ്ക് യു.